ഓക്കെ, പാഠം 14 ഗുരു പകർന്ന വെളിച്ചം. നമ്മൾ ഏകദേശം ഒരു കുറച്ച് പകുതിയായില്ല, കുറച്ച് പാരഗ്രാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ മിസ് ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങളൊന്ന് പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത പീരീഡ് സയൻസ് ആണ്, ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യർ സർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നോക്കി അയ്യർ സാർ ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ആകാശത്തുകൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഓക്കെ, എല്ലാവരും ആ പാഠഭാഗം ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നോ? എടുത്തത് വരെയുള്ളത്. ഓക്കെ, വായിച്ചിട്ടില്ല, വായിക്കാത്തവരും ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ പോരാ കേട്ടോ, എല്ലാ പാഠവും കൃത്യമായി നിങ്ങൾ വായിക്കണം. അടുത്ത ശ്രദ്ധിച്ചോ, ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? അല്ലെ, ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? അത് അവരാലോചിച്ചു അല്ലെ? ഒരു സൈക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യാ? അതിന് വളക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് പിടിച്ച് ഓടിക്കണം അല്ലേ? ഓക്കെ. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? അവരിങ്ങനെ ആലോചിച്ചു അല്ലെ? ആർക്കും ഉത്തരമില്ലായിരുന്നു. ശിവസുബ്രഹ്മണ്യർ സർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോയി. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ, കൗതുകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൗതുകം, ആകാംക്ഷ അല്ലെങ്കിൽ സന്തോഷം അല്ലെ? കൗതുക, ആകാംക്ഷയോടെ, ആകാംക്ഷ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ, ചിറകുകൾ അറിയാം, വാലറിയാം. ഉടൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉടൽ, ശരീരം. ഉടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ദിശ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ദിശ, ദിശ അറിയോ നിങ്ങൾക്ക്? ആ, ദിക്ക് അല്ലെ? ദിക്ക്. അപ്പൊ നമ്മുടെ ദിക്കുകൾ നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ ദിക്കുകളാണ് നമുക്കുള്ളത്? വടക്ക്. ഓക്കെ, ഗുഡ്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അല്ലേ? അതാണ് ദിക്കുകൾ എന്ന് പറയാ. അപ്പൊ ദിശ എന്ന് പറഞ്ഞാലും ദിക്ക് അല്ലെങ്കിൽ ഒരു വശം എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല. അയ്യർ സാർ അതുകൊണ്ടൊന്നും നിരാശനായില്ല. അദ്ദേഹം അപ്പം ബോർഡിൽ വരച്ചിട്ട് ഇന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ദിശയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ആർക്കും അത് മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്തു അയ്യർ സാറ്? അതുകൊണ്ടൊന്നും നിരാശനായില്ല അദ്ദേഹം അല്ലേ? അപ്പോ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവാതിരുന്നപ്പോ അദ്ദേഹം വേറൊരു ബുദ്ധി പ്രയോഗിക്കുന്നല്ലേ? അപ്പോ അദ്ദേഹം ഞങ്ങളെ എന്ത് ചെയ്തു? കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പൊ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം, അത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി അല്ലേ? ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ കാണുന്നുണ്ടോ നിങ്ങൾ പിക്ചറില്? പക്ഷികൾ കണ്ടോ ഒരുപാട്? അപ്പോ അയ്യർ സാറ് ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയെന്നല്ലേ? ആ പക്ഷികൾ ദിശ മാറുന്നത് നോക്കൂ. ദിശ മാറുമ്പോൾ വാല് ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും നോക്കൂ അല്ലെ? ദിശ മാറുമ്പോൾ വാല് ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും നോക്കിക്കോ പറഞ്ഞു അല്ലെ? ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. റോക്കറ്റുകളും വിമാനങ്ങളും ഇങ്ങനെയാണല്ലോ പറക്കുക അല്ലെ? റോക്കറ്റുകളും വിമാനങ്ങളും ഇങ്ങനെയല്ലേ പറക്കുക ആകാശത്തോടെ എന്ന് ഞാൻ ഓർമ്മിച്ചു.
ഭാവിയിൽ ആരായി തീരണമെന്ന ക്ലാസ് അധ്യാപകന്റെ, അപ്പോ രാവിലെ ആയിരുന്നു ക്ലാസ് അധ്യാപകനായിരുന്നു ചോദിച്ചത് നിങ്ങൾക്ക് ഭാവിയിൽ ആരായി തീരണം എന്ന്. അപ്പോ ആ പീരീഡ് അങ്ങ് കഴിഞ്ഞു. രണ്ടാമത്തെ പീരീഡ് അയ്യർ സാറ് സയൻസ് ടീച്ചർ വന്നു, സയൻസ് സാറ് വന്നു അല്ലേ. അപ്പൊ അദ്ദേഹമാണ് ഈ പക്ഷികൾ ദിശ മാറ്റുന്നത് എങ്ങനെയാണെന്നും കടൽ തീരത്തൊക്കെ കൊണ്ടുപോയി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പോ അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്ത്, രാവിലെ ഭാവിയിൽ ആരായി തീരണമെന്ന, ഭാവിയിൽ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഭാവിയിൽ അല്ലെ വലുതാകുമ്പോ ആരായി തീരണം എന്ന ക്ലാസ് അധ്യാപകന്റെ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു, ആർക്കാ എനിക്ക് പറയുന്ന, ആരെ പറ്റിയാ? APJ അബ്ദുൽ കലാം. അപ്പോ അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ശിവസുബ്രഹ്മണ്യ സാറിന്റെ മുഖത്തേക്ക് ഞാൻ അല്പനേരം നോക്കി നിന്നു. എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ആരാ? അധ്യാപകൻ അല്ലെ, ടീച്ചർ. ഓക്കെ, ഗുരുനാഥൻ എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു അല്ലെ. ഈ ഗുരുനാഥൻ എന്ത് ചെയ്തു, ഭാവിയിൽ ആരായി തീരണമെന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകുന്നത് അല്ലേ. അതാണ് പറഞ്ഞു വരുന്നത്, എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. വലുതാകുമ്പോൾ എനിക്ക് റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണം ഞാൻ മനസ്സിലുറപ്പിച്ചു അല്ലെ. APJ അബ്ദുൽ കലാം മനസ്സിലുറപ്പിച്ചു എന്താവണമെന്ന്, വലുതാകുമ്പോൾ എനിക്ക് റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണമെന്ന് മനസ്സിലുറപ്പിച്ചു. കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഇടത് കൈ കൊണ്ട് ഒതുക്കി വെക്കുകയായിരുന്നു അപ്പൊ ആര്? അയ്യർ സാറ്. എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അയ്യർ സാറിന്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരു കൈകളും കൊണ്ട് ഗുരുവിന്റെ വലത് കൈ പിടിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു. ആശ്ലേഷിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? ആലിംഗനം ചെയ്യുക അല്ലെ, കെട്ടിപ്പിടിക്കുക. അദ്ദേഹം സ്നേഹത്തോടെ, ആ ഗുരുനാഥ സ്നേഹത്തോടെ നമ്മുടെ കലാമിനെ ആശ്ലേഷിച്ചു, കെട്ടിപ്പുണർന്നു അല്ലെ. അങ്ങനെ കടൽ തീരത്തെ ആ മനോഹരമായ ക്ലാസ് എൻ്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടു അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടു. ഭാവിയിൽ ആരായി തീരണമെന്ന അധ്യാപകന്റെ ചോദ്യത്തിനുള്ള മറുപടിയും ആയി, ഭാവിയിലെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉത്തരവുമായി അല്ലേ അത്, ആ ഒരു കടൽ തീരത്തെ ക്ലാസ്. അപ്പോ നിങ്ങൾക്ക് പല ക്ലാസ്സുകളും കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണ് കേട്ടോ. ചില ടീച്ചേഴ്സിന്റെ വായിന്ന് വീഴുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും മുതൽക്കൂട്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് കലാമിന് അത് ഉപകരിച്ചത് അല്ലേ. അപ്പൊ എന്തായി, ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നു. അങ്ങനെയാണ് അതിൽ പറയുന്നത് അല്ലേ. കണ്ടോ നിങ്ങളത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് അറിയപ്പെടുന്നത് അദ്ദേഹം? റോക്കറ്റ് മാൻ അല്ലെ, ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലം അദ്ദേഹം ഓർക്കുകയാണ് അല്ലേ. അപ്പോ അദ്ദേഹം ആ ക്ലാസ് അദ്ദേഹത്തിന് വളരെ ഉപകരിച്ചു അല്ലെ. ചെറുപ്പത്തിലുണ്ടായ ക്ലാസ് അദ്ദേഹത്തിന് ഏത് സമയത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ്? എനിക്ക് 13 വയസ്സാണ് അന്ന് പ്രായം. ഏത്? അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ആ 13 വയസ്സിലത്തെ ക്ലാസ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എന്നെ മുതൽക്കൂട്ടായത് അല്ലെ. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത്? അപ്പോ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ ആരാ? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ഏത് പേരിലാണ്? ഓക്കെ, APJ അബ്ദുൽ കലാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ അല്ലെ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോ APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിന്റെ വഴിതിരിച്ചുവിട്ട സംഭവമാണ് ഏത്? ഈ കടൽ തീരത്തെ അയ്യർ സാറിന്റെ ക്ലാസ് അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടു. അതായത് അങ്ങനെയായിരുന്നു അദ്ദേഹം ഭാവിയിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തതല്ലേ. ഓക്കെ, അപ്പോ ഗുരു പകർന്ന വെളിച്ചം. അപ്പോ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്യാപകനാണ് ഗുരു അല്ലെ. ഗുരു പകർന്നു തന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കടൽ തീരത്തെ അയ്യർ സാറിന്റെ ക്ലാസ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടത് എന്ന് പറയുന്നു അല്ലെ. അതാണ് അതില് ഗുരു പകർന്നു കൊടുത്ത വെളിച്ചം. ഓക്കെ, അപ്പോ അത്ര വരെയുള്ള നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? അപ്പൊ അതൊന്ന് വായിക്കണല്ലോ. ആരാ വായിക്കുന്നേ? ഓക്കെ, ആരെങ്കിലും ഒരാളെ വിളിക്കാട്ടോ. എല്ലാരും വായിപ്പിക്കാട്ടോ. റിലു സ്റ്റാർട്ട് ചെയ്തോ.
പാഠം 14 എല്ലാരും ഒരു ശ്രദ്ധിക്കണേ. പകർന്ന വെളിച്ചം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ടു ഞങ്ങളൊന്നു പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. ആകാംക്ഷ പറഞ്ഞറിയോ? ഉത്കണ്ഠ കേട്ടോ. ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ വായിച്ചു. അനുരാമേശ്വരം ഗവൺമെന്റ് അന്ന് രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ അന്നു രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യൻ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി. എല്ലാവരും എഴുന്നേറ്റു നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്തു നോക്കി അയ്യർ സാർ ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ചോദ്യത്തിനു കൂടി ഉത്തരം പറയൂ. ഒരു ഭാഗത്തേക്ക് പറക്കുന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ചു തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ആർക്കും ഉത്തരമില്ലായിരുന്നു. ശിവസുബ്രഹ്മണ്യൻ അയ്യർ സാർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്കു പോയി. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണു ദിശ മാറ്റി പറക്കുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. അയ്യർ സാർ അതുകൊണ്ട് നിരാശനായില്ല. അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. തെക്കു കുട്ടികൾ പോയി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്
ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികൾ ദിശ മാറുന്നത് നോക്കൂ. ദിശ മാറിയപ്പോൾ വാലു ചരിക്കുന്നതും അതിനൊപ്പം ചിറകടിക്കുന്നതും ഓക്കെ മോളെ. വിലു സ്റ്റോപ്പ്. എഡ്വിൻ, വിലു വായിച്ചതിന് ശേഷം വായിച്ച മോനെ. എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ വായിച്ചോ. എവിടെ വരെ അവള് വായിച്ചിപ്പോ? എവിടം വരെയാ വായിച്ചേ? ചിറകടിക്കുന്നതും. ഓക്കെ. ഞങ്ങൾ ശ്രദ്ധയോടെ അപ്പുറത്തെ പേജ്. ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. റോക്കറ്റുകളും വിമാനങ്ങളും ഇങ്ങനെയാണല്ലോ പറക്കുക എന്ന് ഞാൻ ഓർമ്മിച്ചു. ഭാവിയിൽ ആരായിത്തീരണമെന്ന അധ്യാപകന്റെ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു. സുബ്രഹ്മണ്യ സാറിന്റെ മുഖത്തേക്ക് ഞാൻ അല്പം നേരം നോക്കി നിന്നു. എന്റെ ഗുരുനാഥൻ എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. വലുതാകുമ്പോൾ എനിക്ക് റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആയി തീരണം. ഞാൻ മനസ്സിലുറപ്പിച്ചു. കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഇടത്തു കൈകൊണ്ട് ഒതുക്കിയായിരുന്നു എന്റെ ഗുരുനാഥൻ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരുകൈകൊണ്ടു ഗുരുവിന്റെ വലത് കൈ പിടിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു. അങ്ങനെ കടൽ തീരത്തെ ആ മനോഹരമായ എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു റോക്കറ്റുമാൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നു. നെക്സ്റ്റ് ആരാ? ആദിത്. ഓക്കെ, ആദിത്യ വായിക്കുന്നത്. അത് പറയാനേ മിസ്സേ, ടൈഗറിന്റെ പാടത്തെ പരീക്ഷയില്ലേ? അതുണ്ടായിരുന്നു. അത് കൊറേ പേര് പഠിച്ചില്ല. പിന്നെ ഈ പാഠം കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മോനെ. ഓക്കെ, ആരാ വായിക്കാന്ന് പറഞ്ഞ ഇപ്പൊ? സെൽന. ഓക്കെ, സെൽനയോട് പറഞ്ഞു. ഗുരു പകർന്ന വെളിച്ചം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ട് ഞങ്ങൾ ഒന്ന് പകച്ചു. ആലോചിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആലോചിച്ച് കഴിയുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്നു രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണ് പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യ സാർ
ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നോക്കി അയ്യർ സാർ ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ ആകാശത്തു കൂടി പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടുണ്ട്? എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. അപ്പൊ ശരി, എങ്കിൽ ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയും. ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികളെ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ഒരു ഭാഗത്തേക്ക് പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികളെ എങ്ങനെ ദിശ മാറ്റി പറക്കും? ആർക്കും ഉത്തരമില്ലായിരുന്നു. ശിവസുബ്രഹ്മണി സാർ ചോക്ക് എടുത്ത് ബോർഡിനടുത്തേക്ക് പോയി. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല. അയ്യർ സാർ അതുകൊണ്ടൊന്നും നിരാശനായില്ല. അദ്ദേഹം ഞങ്ങളെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികൾ പൂഴിയിലോട് കളിക്കാൻ തുടങ്ങി. ആകാശത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ പക്ഷികളെ ദിശ മാറ്റി പറക്കുന്നത് നോക്കും. ദിശ മാറുമ്പോൾ വാൽ ചരിക്കുന്നതും അതിനോടൊപ്പം ചിറകടിക്കുന്നതും ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. ഓക്കെ, നെക്സ്റ്റ് ജെവിൻ. ജെവിൻ അൺമ്യൂട്ട് ചെയ്ത് വായിക്കുമോനെ? വായിച്ചോ. സെൽന വായിച്ചതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പറക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. റോക്കറ്റുകളും വിമാനങ്ങളും ഇങ്ങനെയാണല്ലോ പറക്കുക എന്ന് ഞാൻ ഓർമ്മിച്ചു. ഭാവിയിൽ ആരായി തീരണമെന്ന് ക്ലാസ് അധ്യാപകന്റെ ചോദ്യം എനിക്ക് ഓർമ്മ വന്നു. ശിവസുബ്രഹ്മണ്യൻ സാറിന്റെ മുഖത്തേക്ക് ഞാൻ അല്പനേരം നോക്കി നിന്നു. എന്റെ ഗുരുനാഥൻ എനിക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. വലുതാകുമ്പോൾ എനിക്ക് റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ ആകണം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. കടൽ കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഈടത്തു കൈകൊണ്ട് ഒതുക്കി വെക്കുകയായിരുന്നു എന്റെ ഗുരുനാഥൻ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരു കൈകളും കൊണ്ട് ഗുരുവിന്റെ വലത്തു കൈ പിടിച്ചു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു. അങ്ങനെ കടൽ തീരത്തെ ആ മനോഹരമായ ക്ലാസ് എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിട്ടു. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം കാലം
കാലം തന്റെ സ്കൂൾ പഠനകാലം ഓർക്കുന്നു. ഓർക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ആരാ വായിക്കുന്നേ? ഓക്കെ, ബെനീറ്റ വായിച്ചോ. ഗുരു പകർന്ന വെളിച്ചം. ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം. ക്ലാസ് അധ്യാപകന്റെ ചോദ്യം കേട്ടു ഞങ്ങളൊന്നു പകച്ചു. ആലോചിച്ചു പറഞ്ഞാൽ മതി. അദ്ദേഹം ഞങ്ങളെ സമാധാനിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ബെല്ലടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പീരീഡ് സയൻസ് ആണ്. ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്ന പീരീഡ്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അധ്യാപകനെ കാത്തിരുന്നു. അന്നു രാമേശ്വരം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് 13 വയസ്സാണു പ്രായം. ഒരു പുഞ്ചിരിയോടെ ശിവസുബ്രഹ്മണ്യ സാർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തി. എല്ലാവരും എഴുന്നേറ്റു നിന്നു. ഞങ്ങൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്തു നോക്കി അയ്യർ സാർ ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. അദ്ദേഹം അന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടെ ആയിരുന്നു. കുട്ടികളെ നിങ്ങൾ ആകാശത്തു കൂടി പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു. ശരി, എങ്കിൽ ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയൂ. ടീച്ചറെ, കോള് വന്നോണ്ട് എന്താ പറഞ്ഞ തിരിഞ്ഞില്ല. എപ്പോ മോനെ? ഇപ്പൊ അതെല്ലേ, പഠിപ്പിക്കുന്നു മോനെ. അല്ല, ഇവിടെ വായിക്കാണ്. ഒരു ഭാഗത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ മുഖത്തോടു മുഖം നോക്കി. ഒരു ഭാഗത്തു പോകുന്ന സൈക്കിൾ വളയ്ക്കണമെങ്കിൽ ഹാൻഡിൽ പിടിച്ചു തിരിച്ചാൽ മതി. കാറോ ബസ്സോ ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. എന്നാൽ പക്ഷികൾ എങ്ങനെ ദിശ മാറ്റി പറക്കും? ഓക്കെ മോളെ, നെക്സ്റ്റ് അജിസൽ വായിച്ചോ. അജിസല് എവിടം വരെ എത്തി കണ്ടില്ലേ? അജിസല് കണ്ടോ? അത് ദിശ മാറ്റി പറക്കുന്നത് എങ്ങനെയാണ്? 63 പേജ് നമ്പറിൽ ഏകദേശം ഒരു ഹാഫ് നടുക്ക്. വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണേ. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ഒരു ഭാഗത്തേക്ക് അത് വായിച്ചു. ആർക്കും ഉത്തരമില്ലായിരുന്നു. അത് മോനാണ് വായിക്കേണ്ടത്. ആർക്കും ഉത്തരമില്ലായിരുന്നു. കണ്ടിട്ട് അജിസലേ? എവിടെ പോയോ? എന്റെ ഗുരുനാഥൻ എനിക്കു വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നു. ഓക്കെ, ആരോ ഒരാള് വായിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ഓക്കെ, ജൂലിയറ്റ് വായിച്ചോ. ജൂലിയറ്റ്, അൽസല് പോയി.
അല്ല അല്ല, ഇപ്പൊ വായിച്ചു നിർത്തിയ അവിടുന്ന് ഇങ്ങോട്ട്. എവിടെയായിരുന്നു വായിച്ചു നിർത്തിയത്? ബനീറ്റ എവിടെയായിരുന്നു വായിച്ചെത്തിയത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല വായിക്കുന്ന സമയത്ത്? ഈ പാഠഭാഗം എന്തിനാ നിങ്ങളെ വായിപ്പിക്കുന്നേ? എല്ലാവർക്കും വായിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കൈ വിരൽ വെച്ച് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഹസ്ന ഇപ്പൊ വായിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ലൈൻ പിടിച്ചിട്ട്. ടെക്സ്റ്റിൽ കണ്ടോ നിങ്ങള്? അതുപോലെ ശ്രദ്ധിക്കണം. എവിടെ എത്തി? ആർക്കും ഉത്തരമില്ലായിരുന്നു. ഓക്കെ, വായിച്ചോ. കണ്ടിട്ടില്ല? ബെനീറ്റ കണ്ടിട്ടാ? ആ 63 പേജ് നമ്പറിൽ ഏകദേശം ഒരു ഹാഫ് പകുതി ആയി കഴിഞ്ഞു. ടെക്സ്റ്റ് മടക്കി വെച്ചോ ജൂലിയറ്റ്? നേരം ശ്രദ്ധിച്ചില്ല ഭാഗം അല്ലേ? ടെക്സ്റ്റ് വായിപ്പിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി വായിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നാലേ നിങ്ങൾക്ക് വായിക്കുന്നത് മനസ്സിലാവും, എന്താണ് അത് വായിക്കുക എന്നുള്ളത്. അതിനാണ് പാഠഭാഗം വായിപ്പിക്കുന്നത് നമ്മൾ. എവിടെ എത്തി? കണ്ടോ ജൂലിയറ്റ്? കണ്ടോ അത്? ആർക്കും ഉത്തരമില്ലായിരുന്നു. വായിക്ക്. ആർക്കും ഉത്തരമില്ലായിരുന്നു. കണ്ടുപിടിച്ചോ? 63 പേജ് നമ്പറിൽ ഏകദേശം ഒരു നടുക്ക്. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി അവിടുന്ന് അങ്ങോട്ട് വായിച്ചോ. ഒരു ഭാഗത്തേക്ക് സ്കൂളിൽ വിളിക്കണമെങ്കിൽ എവിടെ? ഇപ്പൊ വായിക്കേണ്ടത് ശിവ സുബ്രഹ്മണ്യ അയ്യർ സാർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോയി. അതാണ് വായിക്കേണ്ടത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കൃത്യമായി പാഠം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ശിവ സുബ്രഹ്മണ്യയ്യർ സാർ ഉടനെ ഒരു ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോയി എന്നാണ്. ഇപ്പൊ അത് പാഠം വായിച്ചു കഴിയുന്ന സമയം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ ക്ലാസ് കട്ടാവും. അല്ലനൊന്ന് വായിച്ചാലോ? വായിച്ചോ? അല്ലൻ വായിച്ചോ. ശിവ സുബ്രഹ്മണ്യർ സാർ ഉടനെ ഒരു ചോദ്യത്തോട്. നാളെ മുതൽ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇടക്കുന്ന വായിക്കാൻ വേണ്ടി കിട്ടിയില്ലെങ്കിൽ നല്ല ഇമ്പോസിഷൻ ആണ്. ചോക്കെടുത്ത് ബോർഡിനടുത്തേക്ക് പോയി. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. ഞങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ചിത്രത്തിലെ പക്ഷിയുടെ ചിറകുകൾ, വാൽ, ഉടൽ എന്നിവ അദ്ദേഹം തൊട്ട് കാണിച്ചു തന്നു. അതിനുശേഷം പക്ഷികൾ എങ്ങനെയാണ് ദിശ മാറ്റുന്നത് എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. അയ്യർ സാർ അതുകൊണ്ടൊന്നും